രണ്ടാം പാഠഭാഗമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ന്റെ 13 മുതൽ 17 വരെ. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠ അധികാരി എന്ന് വെച്ച് കർത്താവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ചു നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളതും ദൈവേഷ്ടം ആകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിപ്പീൻ. ഇങ്ങനെ 1-2 പാഠം അവസാനിച്ചിരിക്കുന്നു. ധൂപം പ്രാർത്ഥന നിനവോ യാചനം അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ
ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെയും പുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കന്യകമറിയാമിൽ ജഡം ധരിച്ച് പേടം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വരവനും തന്റെ പിതാവിനോടും ജീവനോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ. കുരിയലായിസോൻ.
ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമയുള്ളത് കൊടുക്കുവേൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി നൽകാലത്ത് കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ശക്തിയാവുന്ന സ്തുതി തന്റെ നിഗ്രഹങ്ങൾ നാമലാരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു.
അതിനവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്നവരോട് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയിലും രക്ഷക, പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം ബലകരമാക്കിയിടുക. പാറയ്ക്കുമോർ സൗമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന്റെ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാണെന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്കുന്ന നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പാൻ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും
നിന്റെ കരുണാസനത്തിന് മുൻപാകെയുമുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളെ ആത്മീയങ്ങളാകുന്ന സത്യാനുതാപവും സ്തുതി സ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടവയുടെയൊക്കെയും കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധമേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ വൃദ്ധരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളെ യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പ്രകാശവും സത്യദേവനുള്ള സത്യദേവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജനിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് തന്റെ പിതാവിനും അവസാനമില്ലാത്ത രാജ്യത്തിനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും പരിപാലിക്കുന്നതിനുമായ യേശുവിനായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനിശ്ചയമുള്ള ഏകരൂഹായിലും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ എഴുന്നേൽപ്പിനും വരുവാൻ ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. Barkmor Stamen Kalos. എല്ലാവർക്കും ഇരിക്കാം. ഈ നാളുകളിൽ ജന്മദിനമോ വിവാഹ വാർഷികമോ കൊണ്ടാടുന്നതായ പ്രിയപ്പെട്ടവർക്ക് പത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് വരാവുന്നത് അത്രേ. ഈ നാളുകളിൽ വ്യത്യസ്തങ്ങളായ നന്മകളെ നൽകുന്നതായ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
എന്നും ഞങ്ങളെ പുലർത്താമെന്ന് വാഗ്ദത്തം നൽകിയ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നും കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ അവിടുന്ന് ഞങ്ങളെ പുലർത്തിയത് വളരെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദി പറയുവാനായിട്ട് ഒരവസരം കൂടി ജീവിതത്തിൽ തന്നത് കർത്താവെ വളരെ വിനയത്തോടും താഴ്മയോടും കൂടി ഞങ്ങൾ ഓർക്കുകയും അവിടുത്തെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് ലഭിച്ച അവസരം ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകാൽ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അവിടുന്ന് നല്ലവനും വല്ലഭനുമായി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നതായ നേരത്തൊക്കെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും താങ്ങുകയും ചെയ്തു. ആകുല ചിന്തയോടും നിരാശയോടും കൂടി പലപ്പോഴും കർത്താവെ ഞങ്ങൾ ക്ഷീണിതരായി തീർന്നതായ സന്ദർഭങ്ങളിൽ കർത്താവെ ആകുലതകൾക്കപ്പുറമായി പ്രത്യാശ കണ്ടെത്തുവാനായിട്ടുള്ളതായ വലിയ മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കിയത് ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആയുസ് അവിടുത്തെ വലിയ ദാനമാണ്. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലായിരിക്കുവാൻ കഴിയുന്നതൊക്കെ വലിയ നന്മയായി നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. എല്ലാം ഇപ്പോഴും നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുള്ളവരാണ് കർത്താവെ. ഞങ്ങൾ പലപ്പോഴും നന്ദികേട് കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും വേണ്ടുന്നതായ നന്മകൾക്ക് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കാതെ അവിടുന്ന് നന്മകൾ ചൊരിഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും കർത്താവെ മനോഭാവത്തോടുകൂടി നന്ദി പറയാതെ പോയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകമായി യാചിക്കുന്നു. യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ധീരമായി തീരുമാനമെടുക്കുക മാത്രമല്ല, അത് നടപ്പിലാക്കുവാനും തലമുറകളെ അതിനുവേണ്ടി പഠിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവരെ വളരെ ചിട്ടയായി അതിനുവേണ്ടി അഭ്യസനം ചെയ്യുവാനുമൊക്കെ ഞങ്ങളെ ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ നാളുകളിൽ ജന്മദിനം കൊണ്ടാടുകയും വിവാഹ വാർഷികം കൊണ്ടാടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പലയിടങ്ങളിലായി പാർക്കുന്ന അവരോട് അവിടുന്ന് ദയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകൾ ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളണമേ, സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ തലവണക്കിരിക്കുന്ന പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. അവർക്ക് ലഭിച്ചിരിക്കുന്നതായ പുതിയ വർഷം നന്മകളുടേതാക്കി തീർക്കണം. ദൈവാസന്നിധിയിൽ വിനയത്തോടുകൂടി ജീവിപ്പാനായിട്ടുള്ളതായ അവസരങ്ങളെ തുടർന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര നല്ലവൻ.
പാട്ടുപാടുന്നതായ സമയം സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നതത്രേ. സുധനി ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവരെന്നും, തന്നൻപിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസുധനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം, നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പാദസേവയതെന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസുധനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. സ്നേഹമവന്യമാരാലും ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസുധനെ ഞാനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണിൽ ഞാൻ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസുധനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസുധനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. എല്ലായ്പ്പോഴും അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ളതായ അവസരവും അവകാശവും അവിടുന്ന് നൽകുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, വെറും ജൽപ്പനങ്ങളായി ഞങ്ങളുടെ സ്തുതിയും ആരാധനയും ആയി തീരാതെ വണ്ണം സമർപ്പണത്തോടുകൂടി ദൈവാസന്നിധിയിലേക്ക് കടന്നു വരേണ്ടുന്നതും ദൈവാസന്നിധിയിൽ കൂടുതലായി സമർപ്പിക്കുവാനും ഞങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നതായി ഈ കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിന് ഇത് മുഖാന്തരമായി തീരണമേ. ഞങ്ങളെയൊക്കെ കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ നാളുകളിൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതായ വിധം, അതിനെപ്പറ്റിയാണ് മുൻപേ പറയുവാനായിട്ട് ശ്രമിച്ചത്. അതിൽ ഏറെ പേർക്കും അറിയാം, വളരെ അപൂർവമായ ചില ആളുകൾക്ക് മാത്രമേ അതൊരു പുതുമയായിട്ട് തോന്നത്തുള്ളൂ. ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇന്ന് ഭദ്രാസനമായി ഗോൾഡൻ കപ്പിൾസ് ഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ.
അതിനുവേണ്ടി ഒരുക്കത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നവരുണ്ട്. ആരാധനയെ തുടർന്ന് അവർക്ക് ഒരു മെമൻറ്റോ നൽകുവാനായിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ സംബന്ധിക്കണം എല്ലാവരും. അതൊരു പ്രത്യേക മീറ്റിംഗ് ഒന്നുമല്ല, ഇതിനോട് ചേർന്നുള്ളതായ ഒരു ചെറിയ ഭാഗം എന്നുള്ളതായ നിലയിൽ പങ്കെടുക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവ പങ്കാളിത്തം, ഇതാണ് സഭ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളാണ് ഇതിനാധാരമായി ഏവൻഗേലിയനായി നമ്മൾ വായിച്ച് കേട്ടത്. ആ വാക്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ശ്രദ്ധയിലുള്ളതും നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായിട്ടുള്ളതായ വിഷയങ്ങളാണ്. എന്നാൽ അതിൽ ചില വാക്യങ്ങൾ പ്രകാരമാണ്: എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടെ യോഹന്നാനാൽ സ്നാനമേൽക്കുവാനായിട്ട് അധികം ആളുകൾ വരുന്നു. അവിടെ വന്നതായ പുരുഷാരത്തോട്, യഹൂദ പ്രമാണികളോട് യോഹന്നാൻ പറയുന്നതായ വാക്കുകളാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇവിടെ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായ ഒരു കാര്യം, നിങ്ങൾ സ്നാനമേൽക്കുവാനായിട്ട് വന്നത് ശരി, പക്ഷേ വിതൗട്ട് എ ട്രൂ റിപ്പൻറ്റൻസ്, ട്രൂ വില്ലിങ്നെസ്, ദർ ഈസ് നോ യൂസ്. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം പുറമേയല്ല നിങ്ങൾ മാറേണ്ടുന്നത് അകമയാണ്. നിങ്ങൾ ആരാധനാഭാഗമായി ഒരു ശുശ്രൂഷ നിർവഹിച്ചത് കൊണ്ട് തികഞ്ഞവരായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ അകമേ എന്ത് വ്യത്യാസം വന്നു? ഇതാണ് എല്ലായ്പ്പോഴും നമുക്കുമുള്ളതായ ഒരു പ്രശ്നം. പുറമേ നമുക്ക് മറ്റാരെങ്കിലുമായി തീരുവാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ അപ്പോഴും നമ്മൾ അകമേ ആ പഴയ മനുഷ്യനായി നിൽക്കുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? നമ്മുടെ രാഷ്ട്രം 72ാമത് റിപ്പബ്ലിക് ദിനം ചില ദിവസങ്ങൾക്ക് മുൻപാണ് ആഘോഷിച്ചത്. ഇന്നലെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ 73ാം രക്തസാക്ഷി ദിനവും ആയിരുന്നുവല്ലോ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രനിർമ്മിതിയിൽ എന്താണ് ക്രിസ്തീയ സമൂഹം ചെയ്യുവാനായിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും വളരെ ഗൗരവമായി ധ്യാനിക്കണം, ചിന്തിക്കണം എന്ന സഭ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെയാണ് യോഹന്നാൻ സ്നാപകൻ ഒരു ദേശത്തോട് വിളിച്ചു പറഞ്ഞതായ വാക്കുകളുടെ പ്രസക്തി. വളരെ പരുഷമായ ഭാഷയിൽ അവരെ വിളിക്കുകയാണ്, സർപ്പസന്തതികളെ. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ ശിക്ഷാവിധി വരും എന്നുണ്ടായിരിക്കെ അത് വരാതെ ഇരിക്കുവാനായിട്ട് ഒരു കുറുക്കുവഴിയായി മാത്രം നിങ്ങൾ ഈ സ്നാപനത്തെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ നോക്കുക, ഫലം കായ്ക്കാത്തതായ വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലിടും. ശരിക്കും തീപാറുന്നതായ ഒരു പ്രസംഗം, മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ആഴ്ന്നിറങ്ങുന്നതായ വാക്കുകൾ.
ഇത്തരത്തിലുള്ളതായ വാക്കുകളോ പ്രസംഗങ്ങളോ കേൾക്കുവാനായിട്ട് ആരാണ് ഈ നാളുകളിൽ ഒരുക്കമുള്ളവരായി തീരുന്നത്? പുറമേയുള്ളതായ മനുഷ്യനേക്കാൾ അകമേയുള്ളതായ മനുഷ്യന് രൂപാന്തരം വരുത്തുന്നതായ 3 അനുഭവങ്ങളാണ് ഞാൻ എടുത്ത് ശ്രദ്ധയൂന്നി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ആ കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ശ്രമിക്കുക. രാഷ്ട്ര നിർമ്മിതിയിൽ ഈ ആശയങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒന്ന്, ബി ജനറസ്, ഉദാര മനസ്സോടുകൂടി ജീവിക്കുക. ഉദാര മനസ്സ്, അതിനാണ് 2 കൂട്ടം കാര്യങ്ങളെ യോഹന്നാൻ എടുത്ത് പറയുന്നത്. ഭക്ഷണം, വസ്ത്രം, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ഇതാണ് ഇവിടെ ശ്രദ്ധയൂന്നി പറയുന്നതായ കാര്യം. ഒരു ഔദാര്യം ചെയ്യുന്നതായ അനുഭവത്തെ നമുക്കറിയാം. വലിയ ഔദാര്യമായിപ്പോയി എന്ന് നമ്മൾ ചിലരെങ്കിലും പരിഹാസരൂപേണ പറയാറുമുണ്ട്. എന്നാൽ ഉദാരമായ വിധത്തിൽ ഓരോ സാഹചര്യങ്ങളോട് ഇടപെടുവാനായിട്ട് മനുഷ്യർക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് ഒരു ലബനീസ് എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇപ്രകാരമുള്ളത് വളരെ പ്രസക്തമായി എല്ലായ്പ്പോഴും തോന്നിയിട്ടുണ്ട്. ജനറോസിറ്റി ഈസ് ഗിവിംഗ് മോർ ദാൻ യു ക്യാൻ ആൻഡ് പ്രൈഡ് ഈസ് ടേക്കിംഗ് ലെസ് ദാൻ യു നീഡ്. ഉദാര മനസ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നതിലും കൂടുതൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയുമേ പറ്റത്തുള്ളൂ എങ്കിലും അതിലൊരു ഒരല്പം കൂടി കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റുക. പ്രൈഡ്, അഭിമാനം, അത് ആവശ്യത്തിൽ അത്രയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെവിടെയാണ് ചിന്തിക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതായ വിധത്തിൽ നമ്മളെ ആരൊക്കെയോ അഭിമാനകരമായ വിധത്തിൽ കാണുന്നുവെങ്കിൽ വളരെ നല്ലത്. ഒരല്പം കൊടുക്കുക, അതിൻ്റെ പേരിൽ വലിയ ഒരു അഭിമാനത്തോടുകൂടി, അഹന്തയോടുകൂടി, അഹങ്കാരത്തോടുകൂടി ജീവിക്കുക. എന്നാൽ അതിനും വേണ്ടി ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഖലീൽ ജിബ്രാൻ ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ നമ്മൾ മുറിവേൽക്കത്തക്കതായ വിധത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ പൊള്ളത്തക്കതായ വിധത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? സ്വന്തം മാതാപിതാക്കൾക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളാരും അങ്ങനെ കൊടുക്കുന്നവരല്ല. നമ്മുടെ സമയമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പങ്കായിക്കൊള്ളട്ടെ, നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളതായ വിഭവങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ, സ്വന്തമുള്ളവർക്ക് പോലും നമ്മൾ കൊടുക്കാത്തതായ ജീവിത അനുഭവങ്ങളാണ്. ഇവിടെയാണ് ഈ പുരുഷാരത്തോട് പറയുന്നത്, നിങ്ങൾ പൂഴ്ത്തി വെക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ അത്യാർത്തി കാണിക്കരുത്, നിങ്ങൾ വളരെ ജനറസായിട്ട് നൽകുവാനായിട്ട് കഴിയണം. ഇത് ഒരുപക്ഷെ രാഷ്ട്ര നിർമ്മിതിയിൽ എത്രയോ സ്വാധീനം ചെലുത്താവുന്നതായ ഒരു കാര്യമാണ്. കണക്കുകൾ പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളതായ ഒരു അംശത്തിലാണ് ലോകത്തിൻ്റെ നല്ല നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ മുഴുവൻ സമ്പാദ്യവും ഇരിക്കുന്നത്. അത് ഏതാണ്ട് ഫ്യൂ %. വളരെ 3-4% ആളുകളുടെ കയ്യിലാണ് ഇത് മുഴുവൻ. ഈ ലോകത്തിന് വേണ്ടുന്നതായ അത്രയും സമ്പത്ത് ചില ആളുകളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. മറ്റുള്ളവർ ദരിദ്രരായിട്ട് കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ആരെപ്പറ്റി ചിന്തിക്കും? ടാറ്റയെ പറ്റിയോ ബിർളയെ പറ്റിയോ അല്ലെങ്കിൽ അംബാനിയെ പറ്റിയോ ഒക്കെ ചിന്തിക്കുമായിരിക്കും. എൻ്റെയും നിങ്ങളുടെയും കൂടെ കാര്യമാണ് അതിനകത്ത് പറഞ്ഞത്. ഇത് ഒരല്പം വേദനിക്കുന്ന, ഒരല്പം നോവ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളങ്ങനെ ചെയ്യണം, എങ്കിൽ മാത്രമേ പുറമേ അല്ല അകമേ നിങ്ങൾക്ക് വ്യത്യാസം വന്നു എന്ന് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. 2,
ബി ഓണസ്റ്റ് ഓർ ജസ്റ്റ്. സത്യസന്ധത പുലർത്തുക, നീതിപൂർവമായി ചെയ്യുക. ചുങ്കക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ വാചകങ്ങൾ പറയുന്നത്. ആ കാലഘട്ടത്തിലെ ചുങ്കക്കാർ തങ്ങളോട് പറഞ്ഞതിലും കൂടുതൽ തുക ശേഖരിക്കുവാൻ ശ്രമിക്കുകയും അങ്ങനെ തങ്ങൾ കൂടുതൽ ധനികരായി തീരുവാൻ ശ്രമിക്കുകയും ചെയ്തതായ ഒരു അനുഭവം യാഥാർത്ഥ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നാനമേൽക്കാൻ വന്നതായ ചുങ്കക്കാരോട് ഇപ്രകാരം പറയുന്നത്: നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത്. നിങ്ങളോട് ഇത്രയും പിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ സത്യസന്ധത മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ പിരിച്ച് തങ്ങൾ തന്നെ വലിയ ധനികരായി തീരുവാനായിട്ട് ശ്രമിക്കുക. വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു വലിയ അത്ഭുത പ്രതിഭാസം ആയിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകവും ഇപ്രകാരമാണ്: നോ ലെഗസി ഈസ് സോ റിച്ച് ആസ് ഓണസ്റ്റി. ഒരു പൈതൃകവും ഒരു പാരമ്പര്യവും ഈ സത്യസന്ധത പോലെ സമ്പുഷ്ടമായിട്ടുള്ളതില്ല. നമ്മൾ പാരമ്പര്യം പറയുമ്പോൾ എന്താണ് പറയുന്നത്? എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പനായിരുന്നു ഇന്നത്, അല്ലെങ്കിൽ ആ വല്യപ്പനെയാണ് പണ്ട് ഇന്നാര് ഇങ്ങനെ ചെയ്തത്. എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ ഇന്നാരായിരുന്നു, അന്ന് വലിയ സ്ഥാനം കിട്ടി, മാനം കിട്ടി, പേര് കിട്ടി. സോ വാട്ട്? അതുകൊണ്ട് എന്നാ പ്രയോജനം? നിന്റെ വല്യപ്പൻ ആരായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് വന്നതായ ആൾക്കാരോട് പറയുന്നത്, നീ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് മനസ്സിൽ പോലും ചിന്തിക്കരുത്. അതും പറഞ്ഞുകൊണ്ട് ഇവിടോട്ട് വരരുത്. There is no use. But you need a legacy. What? എൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പൻ, അല്ലെങ്കിൽ വല്യപ്പൻ്റെ വല്യപ്പൻ, അല്ലെങ്കിൽ ഞാൻ സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നതായ ഒരുവനാണ്. പറയാൻ പറ്റുമോ? പാരമ്പര്യം നമ്മൾ പറയും, വേറെ ആരാണ്ട കാര്യമാണ്. അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതും പിടിച്ചുകൊണ്ട് നടക്കുക. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിരൽ ചൂണ്ടുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ കണ്ണടച്ചിരുട്ടാക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് കഥയില്ലല്ലോ. ഇതിനെ സോഫ്റ്റാക്കി ഞാൻ പ്രസംഗിക്കാനായിട്ട് എനിക്കൊരു അവകാശവുമില്ലല്ലോ. കുടുംബ പാരമ്പര്യമൊക്കെ എഴുതും. അതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഈ നിൽക്കുന്നതെന്ന് നിങ്ങളും വിചാരിക്കരുത്. വലിയ കൂടിയ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സോ വാട്ട്? അതുകൊണ്ട് അങ്ങ് നേരെ മേളിൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നോ. പൈതൃകം, പാരമ്പര്യം ഒറ്റ കാര്യത്തിലാണ് വേണ്ടുന്നത്: സത്യസന്ധമായി ജീവിച്ചു. ഇത് മാത്രം കഴിയുന്നില്ല, ബാക്കിയെല്ലാം പറ്റും. തോമസ് ജെഫേഴ്സൺ ഒരു ഫിലോസഫറായിരുന്നു. അതിലുപരിയായി അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഓണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 1ാമത്തെ പാഠം എന്താണ്? സത്യസന്ധതയാണ്. അപ്പൊ അറിവ് നേടാനായിട്ട്, ജ്ഞാനം നേടാനായിട്ട് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടുന്ന 1ാമത്തെ പാഠം ഏതാണ്? ABCD അല്ല, പിന്നെയോ സത്യസന്ധത. ഈ സത്യസന്ധത മാറ്റിവെച്ചുകൊണ്ടല്ലയോ +2 പഠിക്കുന്നതായ ചില കുട്ടികൾ 7ലും 8ലും പഠിക്കുന്നതായ പിള്ളേരെ തല്ലിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. ഈ സത്യസന്ധതയുടെ ആദ്യ പാഠം പഠിക്കാത്തതായ കുട്ടികളല്ലയോ സഹപാഠികൾക്ക് നേരെ ആയുധം എടുക്കുവാനായിട്ട് ശ്രമിക്കാത്ത. എന്ത് കാര്യത്തിനാണ്?
ആഗോളതലത്തിലെ ഏതാണ്ട് വലിയ വിഷയമൊന്നുമല്ല. വിഷയം ഇത്രയേ ഉള്ളൂ, നീ എന്നെ കളിയാക്കി. അല്ലെ കളിയാക്കിയപ്പോൾ നീ ചോദിച്ച് എന്തിനാടാ കളിയാക്കുന്നത്, അത്രയേ ഉള്ളൂ. നീ എന്തിനാടാ എന്നോട് തിരിച്ചു ചോദിച്ചേ? നീ ഭൂമിക്ക് ഭാരവാ, നിന്നെ തട്ടിയേക്കാം. എന്തൊരു ലോകമാണിത്, എന്തൊരു കാലമാണിത്. പിന്നെയും നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വലിയ സ്കൂളുകളിൽ കൊണ്ടുവന്ന് ആക്കുക. ഒന്നാമത്തെ പാഠം എന്നേ പോയി, ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. പക്ഷേ അതിന് പിന്നാലെ ഉള്ളതായ കുറെ പാഠങ്ങൾ പഠിച്ചു, കേമനായി, വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടി. എന്ത് പ്രയോജനം? ഈ രാഷ്ട്രനിർമ്മിതിയിൽ ഈ പഠിച്ചതായ ഈ അക്ഷരങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷേ പഠിക്കേണ്ടിയിരുന്ന ഒരു പാഠമുണ്ട്, സത്യസന്ധത. അത് ഞാനും നിങ്ങളും, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരും, ഇവിടുത്തെ സർക്കാരിലെ എല്ലാ ഓഫീസുകളും, അല്ലെങ്കിൽ മത കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ പഠിച്ചിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രം എന്നേ നന്നായി പോയേനെ. ഈ പാഠം പഠിപ്പിക്കാതെ, ഈ പാഠത്തിന്റെ പ്രസക്തി പറയാതെ നമ്മൾ വീണ്ടും 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 വലിയ 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓണസ്റ്റി, ബി ഓണസ്റ്റ്, സത്യസന്ധമായി ജീവിക്കുക. അത്രമാത്രം മതി, ഈ ലോകം തന്നെ ശരിയായിക്കോളും. അതിനുവേണ്ടി വലിയ പാടൊന്നും എടുക്കേണ്ടതായ കാര്യമൊന്നുമില്ല. എല്ലാവരും സത്യസന്ധമായി ജീവിച്ചാൽ മതി, ഈ ലോകം തന്നെ ശരിയായിക്കോളും. ഒരെഫേർട്ടും ആവശ്യമില്ല. എന്നാൽ സൃഷ്ടിയുടെ ആദ്യ നാളുകളിൽ തന്നെ ഈ സത്യസന്ധതയുടെ പാഠം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് ഞാനും നിങ്ങളും പാപികളുടെ ഗണത്തിൽ നിൽക്കുവാനായിട്ടിടയായിത്തീരത്. 3, ബി കണ്ടെന്റഡ്. സംതൃപ്തി, സന്തുഷ്ടിയുള്ളവരായി തീരുക. സംതൃപ്തി. ഇത് പറയുന്നത് പടജനത്തോടാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെ, ചതിയായി ഒന്നും വാങ്ങാതെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെയ്പ്പീൻ. ബലാത്കാരം ചെയ്യുകയാണ്. എന്തിനാണ്? എനിക്ക് കിട്ടിയത് പോരാ എന്ന് വിചാരിക്കുക. കിട്ടിയതൊന്നും പോരാ. ഇന്നത്തെ പത്രം ഞാൻ കണ്ടില്ല, എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ 10:30 കേട്ടതായ FIRന്റെ 1-2 വാർത്തകൾ പെട്ടെന്ന് മറ്റ് ചില തിരക്കുകളുടെ ഇടയിലാണെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പ്രായപൂർത്തിയാകാത്തതായ ഒരു കുട്ടി 17 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എന്നിട്ട് ഒരു അമ്പലം കവർച്ച ചെയ്തതായിട്ട് പിടിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്രത്തിൽ വന്നതായ വാർത്തയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് FIRൽ വന്നതായ സ്റ്റോറിയാണ്. 16 വയസ്സെങ്ങാണ്ട് പ്രായമുള്ളതായ ഒരു കുട്ടിയാണ്. അവനോട് ചോദിച്ചു, എന്തിനാണ് നിനക്ക് ഇത്രയും പണം? ഈ അമ്പലം കൊള്ളയടിച്ച് നിനക്ക് എന്താണ്? എനിക്ക് ലാവിഷായിട്ട് ജീവിക്കണം. ഇങ്ങനൊന്നും ജീവിച്ചാൽ പറ്റത്തില്ല. പിന്നെ ലഹരി, ഇതിനെല്ലാം ഒരുപാട് പൈസ ചെലവാകണം. ഇത് ആര് തരാനാ? എനിക്കിത്രയേ ഉള്ളൂ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇത്രയുമേ എനിക്ക് തരാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഓക്കെ, ലെറ്റ് മീ ട്രൈ. ഞാനൊന്ന് പരിശ്രമിക്കാം ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ. ഞാൻ പഠിക്കാം, ഞാൻ ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ജീവിക്കാൻ തൃപ്തരല്ല, സംതൃപ്തിയില്ല, സന്തുഷ്ടിയില്ല. അതുകൊണ്ട് ബലാത്കാരം ചെയ്ത്, പൂട്ടുപൊളിച്ച്, മറ്റുള്ളവൻ്റെ കഴുത്ത് വെട്ടി, അവനെ അടിച്ചിട്ട് ഒരു വലിയ ലഹരിയായിട്ട് നടക്കുക. പ്രിയമുള്ളവരെ, രാഷ്ട്ര പുനർനിർമ്മിതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഒട്ടും തൃപ്തിയില്ലാത്തതായ ഒരു വിഭാഗമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരല്പം ആഹാരം കിട്ടിയാൽ നമുക്ക് തൃപ്തിയില്ല. അപ്പോൾ ചോദിക്കും ഇതില്ലയോ എന്ന് ചോദിക്കും. ഇനി അതുണ്ടെങ്കിൽ ചോദിക്കും അതിനകത്ത് ഇതില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഒന്നിനും തൃപ്തിയില്ല. എല്ലാറ്റിനെയും നമ്മൾ വിമർശിക്കും. അത് ആരാധനയും വിമർശിക്കും. ഒന്നീ ആരാധനയുടെ സമയം ചെറുതായി പോയി എന്ന് പറയും, അല്ലെങ്കിൽ ആരാധനയുടെ സമയം ദൈർഘ്യമായി എന്ന് പറയും.
അല്ലെ പ്രസംഗം ഇത്രയേ ഉള്ളായിരുന്നു എന്ന് പറയും, അല്ലെങ്കിൽ പറയാം ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയും. ഇതിനകത്ത് എന്ത് നടന്നു, എന്ത് പറഞ്ഞു, അതൊന്നും ഒരു വിഷയമല്ല. എങ്ങനെയും അതൃപ്തി ഉടനെ വരും. അതങ്ങ് വയറ്റി ചെല്ലുന്നതിന് മുമ്പേ അതൃപ്തി നമ്മൾ പ്രകടിപ്പിച്ചിരിക്കും. ആ ഗണത്തിൽപ്പെടുന്നവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന ഏറെ പേരും. ഇങ്ങനെയുള്ള എന്നെയും നിങ്ങളെയുമാണ് അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകം വിളിച്ചത് സർപ്പസന്തതികളെ, തൃപ്തിയില്ലാത്തവന്മാരെ, സന്തുഷ്ടിയില്ലാത്തവന്മാരെ. നീ കുർബാന നടത്തിയും മാമോദിസ നടത്തിയും നീ ഈ ബൈപ്പാസ് റൂട്ടുകൾ എടുക്കാനായിട്ട് നോക്കുകയാണോ? രക്ഷപ്പെടത്തില്ല. എത്ര വേദനയല്ലേ. ഞാനിതൊക്കെ പറയുമ്പോൾ ഈ നാളുകളിൽ എന്നെയോ ഞാൻ ഉൾപ്പെടുന്നതായ പട്ടത്ത സമൂഹത്തെയോ അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരെയോ ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് മാത്രമേ എനിക്കിത് പറയുവാനായിട്ട് കഴിയുന്നുള്ളൂ. അങ്ങനെയുള്ളതായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്, അങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ പ്രയാസകരമായിട്ടുള്ളതായ വസ്തുതയാണ്. അതുകൊണ്ട് ഇത് മുൻപോട്ട് തുടരാനായിട്ടുള്ള ലൈസൻസായിട്ട് നമ്മൾ ആരും ഇതിനെ കാണേണ്ടതായ കാര്യമില്ല. പരുഷമായ വാക്കുകളിൽ യോഹന്നാൻ സ്നാപകൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ നിന്നായിരുന്നെങ്കിൽ പറഞ്ഞു കേട്ടനെ. ആ വാക്ക് കേട്ടായിരുന്നു നമ്മളെ ബോധം കെട്ട് വീണേനെ, അത്ര വോൾട്ടേജിൽ പറഞ്ഞേനെ. ഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ പ്രസംഗിക്കുന്നവരൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല, താങ്ക് ഗോഡ്. പിന്നെ അച്ഛനെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എവിടം വരെ പോകുമെന്ന് നമുക്ക് അറിയാം. ബി കണ്ടന്റഡ്, തൃപ്തിയോടുകൂടി ജീവിക്കുക. തൃപ്തിയില്ലൊന്നിനും. ഭാര്യ വല്ലാച്ചാതി ഏന്തി വലിഞ്ഞു പോയി ഒരു ചായ ഇട്ടുകൊണ്ട് വന്നാൽ ചോദിക്കും, എന്താ പാടി ചായപ്പൊടി ഇല്ലയോ? നീ അവർക്ക് എണ്ണിക്കാൻ വയ്യ, ചുമച്ചും കുരച്ചും ഒക്കെ ആണേലും പോയി കഞ്ഞിക്കകത്ത് ഇച്ചിരി ചമ്മന്തിയാന്നേലും ഒരല്പം ഉപ്പാന്നേലും ഇട്ടുകൊണ്ട് വരുമ്പം ചോദിക്കും, എന്താ ഇവിടുത്തെ ഒന്നും ഇല്ലയോ? ഈ കൊടുക്കുന്നതായ സ്വീകരിക്കുന്ന ആളിനേക്കാളും വയ്യാഴിയാണ് ഈ കൊടുക്കുന്ന ആൾക്ക്. തീരെ വയ്യ, എണ്ണീറ്റ് നിൽക്കാൻ പോലും വയ്യ. അതൊന്നും വിഷയമല്ല. എനിക്ക് രാവിലെ ഇന്ന സമയത്ത് ഇനമൊക്കെ തന്നിരിക്കണം. പിന്നെന്തുമായിരുന്നു നീ 19 കൊല്ലം എന്നോട് പുറത്തിട്ട് എന്നെ പഠിച്ച് എന്തോ മനസ്സിലാക്കി? ഈ നാളുകളിലെ 50കാരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. അതിപ്പോൾ 50 ആകണമെന്നില്ല, 5-ാമത്തെ ദിവസം തന്നെ പറയും. 5 ഞാനൊരു ഭംഗിവാക്കിൽ പറഞ്ഞ 1-ാമത്തെ ദിവസം തന്നെയും വേണേൽ പറയാം. പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, തൃപ്തിയോടുകൂടി ജീവിക്കുക. ദൈവം എനിക്ക് ഇത്രയും തന്നു, വളരെ സന്തോഷം. ദൈവം എനിക്ക് ആയുസ് തന്നു, സന്തോഷം. ഇന്ന് രജിസ്റ്റർ പ്രകാരം ഈ പള്ളിയിൽ 18 കുടുംബങ്ങൾ, ദമ്പതികൾ 50 വർഷം പൂർത്തീകരിച്ചവരാ. വലിയ ഭാഗ്യമല്ലേ? വേർ ആർ ദി അതേഴ്സ്? എന്ത് മറ്റുള്ളവർ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവർ വലിയ കുടുംബാവികളായത് കൊണ്ടൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പല കാര്യങ്ങളും നമുക്ക് ഉള്ളപ്പോഴും അതിൻ്റെ ഒരു വില അറിയത്തില്ല എന്ന് നമുക്ക് എല്ലായ്പ്പോഴും അറിയാം, അല്ലേ? എങ്ങനെയും ആണെങ്കിലും അതും ഇതും ഒക്കെ ഇച്ചിരി അതും ഇതുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 50 വർഷം വരെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലേ? ഭാഗ്യമല്ലേ? തൃപ്തി. ഇനിയും പറയാനുണ്ടോ? ഏതാണ്ട് ഒരു 25 കൊല്ലം കൂടി കിട്ടാനുണ്ട്. എന്തോ ദൈവമേ ഇത് തരാത്തതെന്ന്. ബി കണ്ടന്റഡ്. ദൈവം ഇത്രയൊക്കെ തന്നില്ലേ? ഇത് കൂടുതലൊരു ഭാഗ്യം എന്തുവാ വേണ്ടത്? ഇത് നിങ്ങളുടെ തലമുറകൾക്ക് കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എൻ്റെ അപ്പനും അമ്മയും 50 വർഷം ആഘോഷിച്ചതായ ആളാണ്. അധികം നാളായില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലൈഫ് വരുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വാട്ട് എവർ ഇറ്റ് മേ ബി കണ്ടന്റഡ്. ദൈവം ഇത്രയും തന്നു, ഹാപ്പി. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് യോഹന്നാൻ സ്നാപകൻ ആ കാലഘട്ടത്തിലുള്ളതായ യഹൂദ പ്രമാണികളോട് പറഞ്ഞതാണ് എങ്കിൽ അതെന്നോടും നിങ്ങളോടും ഇന്ന് സഭ ധ്യാനിക്കണമെന്ന് പറയുന്നതായ വിഷയം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെയ്താൽ
നമ്മുടെ രാഷ്ട്ര നിർമ്മിതി അർത്ഥമുള്ളതായി തീരുവാനായിട്ടിടയായി തീരും. എനിക്ക് നിങ്ങൾക്കും അതിനകത്തൊരു വ്യക്തമായ റോൾ, ഒരു ലീഡിങ് റോൾ ചെയ്യുവാനായിട്ട് കഴിയും. ഒന്നാമത് പറഞ്ഞത് ബി ജനറസ്, ഉദാര മനസ്സോടുകൂടി ജീവിക്കുക. നമ്മുടെ മനസ്സിൻ്റെ കടുപ്പം മാറ്റി ഒരല്പം ഉദാരമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് പറഞ്ഞത് ബി ഓണസ്റ്റ് ആൻഡ് ബി ജസ്റ്റ്, സത്യസന്ധമായിട്ട് ജീവിക്കുക, നീതിയോടുകൂടി ജീവിക്കുക. എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് പിടിച്ചു പറിച്ച് വേണ്ട എന്നുള്ളതായ നില. 3, ബി കണ്ടന്റഡ്, തൃപ്തിയോടുകൂടി സന്തുഷ്ടിയോടുകൂടി ജീവിക്കുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ ചുരുക്കമായി പ്രാർത്ഥിക്കാവുന്നത്രേ.
ആമീൻ. വിശുദ്ധ കുർബാന പുറമേയുള്ളതായ ഒരനുഭവത്തെക്കാളുപരിയായി അകമേ വലിയ മാറ്റം വരുത്തുന്നതായ ഒരു വലിയ കൂദാശ അനുഭവമാണ്. ഈ ഒരു വിചാരത്തോടുകൂടി, ഈ ഒരു പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ ചിന്തയോടുകൂടി വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങുന്നവർ കുംഭസാരത്തിൻ്റെ ഈ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി എൻ്റെ പിന്നാലെ ഏറ്റ് ചൊല്ലുക. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹാ തമ്പുരാനെ, സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്ങളിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്ങളായിരിക്കാനും നിൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി നിതപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിന് സകല പാവം ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ. കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ ഹോശോ വബകുല സുബാൻ ഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ.
സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുസന്നിധിയിൽ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹാടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഹോശോ വബകുല സുബാൻ ലഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിൽ അവയാകുന്നു. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായ യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയമായുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ഥമാണ് സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊയ്നാൻ വോമറീനാൻ. ആകാശവും ഭൂമിയിലെ മഹത്വം നൽകിയിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായെയും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിപകാരം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാബോ കാതമുറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനേ ദൈവം, നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് തിരുമള ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമള ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമള ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോ, കുരിയലായിസോ.
അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബ്ഹാൻ ഓൽമീൻ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ അധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ഫീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേലയുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവെ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവെ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകളിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. 2021 ആണ്ടിൻ്റെ പ്രാരംഭ മാസം നമ്മൾ പൂർത്തീകരിക്കുന്നുവല്ലോ. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവേ, അവിടുത്തെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരുമിച്ച് വളരുവാൻ, ഐക്യതയിൽ നിലനിൽക്കുവാൻ, അക്രമങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് കർത്താവേ, രാഷ്ട്രത്തിൻ്റെ കെട്ടുമണിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മത നേതാക്കളെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം. ഈ ദിവസങ്ങളിലൊക്കെ COVID-19 രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. എല്ലാറ്റിനും ഒരു പരിഹാരം ദൈവം ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഓർക്കാം. സഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറുവായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എൻ്റെ സഹോദരനും ആശുള്ളവരുമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ബാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സ്തോമൻ കാലോസ് കുറിയിലായിസോൻ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലതും വാനതിലും നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദം ക്രിസ്തി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉത്തേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം
വന്ദിനും സുസ്ഥിരനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയിലേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഒരു നേൽപ്പിനും ഞങ്ങളെ വർഗത്തിന്റെ നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവം എന്നേക്കും തിരുസന്നുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായി വിലമതിക്കാവതല്ലാത്ത തിരുശരങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാണ്. സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ക്രൂശിതനാം ക്രിസ്തുവേ, ക്രൂശിൽ നിന്നൊഴുകും നീരുറവയാതിൽ ഞാൻ സൗഖ്യമായിടട്ടെ. ക്രൂശിൽ താൻ തൻ മഹത്വം കണ്ടു. ശോഭനാട്ടിൽ ചെന്നു ഞാൻ നിത്യജീവൻ നേടും. നിത്യതാരമാം ക്രിസ്തു അരിഷ്ട
നടത്തിയിടണമേ. ക്രൂശിൽ താൻ തൻ മഹത്വം കണ്ടു. ശോഭനാട്ടിൽ ചെന്നു ഞാൻ നിത്യജീവൻ നേടും.
വീണം നിന്നെ സദാ കൂടെ പാർക്ക പരീക്ഷ നിസ്സാരം നീയെങ്കിൽ വീണാമേ നിന്നെ വീണം നേരവും വീണം വന്നീ നിൻ മുൻപിൽ നാഥ ആശീഷം താ. വീണം നിന്നെ സദാ സുഖീതോക്കെ വന്നു നീ പാർക്കായിൽ ജീവൻ വൃഥാ. വീണാമേ നിന്നെ വീണം നേരവും വീണം വന്നീ നിൻ മുൻപിൽ നാഥ ആശീഷം താ. വീണം നിന്നെ സദാ നിന്യാനം താ. നിൻ വാഗ്ദാനമിന്നിൽ നീ വർത്തിക്ക. വീണാമേ നിന്നെ വീണം നേരവും
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകല നാമത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യരെ ഉദ്ധരിപ്പിക്കുന്നവരും അവരുടെ പ്രത്യാശകൊണ്ട് ഞങ്ങളോടുള്ള കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൃശ്യരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശരീരങ്ങളെ കേട്ടതിനു ശേഷം തിരുസന്ധിയുടെ തലകളെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. മലിനരെ ശുദ്ധന്മാരാക്കാൻ, മോഹാദുരരെ നിയന്ത്രിക്കാൻ, പീഡിതരെ പരിരക്ഷിക്കാൻ, രോഗിക്ക് ഗീടാരോഗ്യം, കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടപെടലുകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുത്തെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. സഹോദരരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവീൻ. ദൂരസ്ഥനും സമീപസ്ഥനും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമാടിയ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ച സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ.